തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ പോലീസുകാരനെ SFI പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ സേനയ്ക്കുള്ളിൽ അമർഷം. SFI പ്രവർത്തകന്റെ പരാതിയിലാണ് പോലീസുകാരനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുൻ റോയ്ക്കാണ് മർദ്ദനമേറ്റത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇതിൽ SFI പ്രവർത്തകർക്കെതിരെ വളരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. എന്നാൽ പോലീസുകാരനെതിരെ ഗുരുതരമായ വകുപ്പുകൾ, സഹോദരിയുടെ കാര്യങ്ങളും ഉണ്ട്. FIR-ൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസവും പുറത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. ഇതിലെന്താണ് പോലീസ് സേനയ്ക്കുള്ളിൽ ഇപ്പോൾ ഇതേക്കുറിച്ച് ഉയരുന്ന അഭിപ്രായം? വലിയ പ്രതിഷേധമാണോ? ഉറപ്പായിട്ടും. കാരണം ഈ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പിന്തുടർന്ന് SFI പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നായിരുന്നു ഇതിൽ പോലീസുകാരന്റെ പരാതി. മാത്രമല്ല, ഈ മാൾ ഓഫ് ട്രാങ്കൂറിൽ നടക്കം പുറത്തേക്ക് വന്ന ദൃശ്യങ്ങൾ, അതിൽ SFI പ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളിലും അതേപോലെ തന്നെ ഈ പോലീസുകാരനൊപ്പം ഉണ്ടായിരുന്നയാൾ പകർത്തിയ ദൃശ്യങ്ങളിലുമൊക്കെ ആ രീതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വളരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലും അതേപോലെ തന്നെ SFI പ്രവർത്തകർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലുമാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്കുള്ളിൽ അമർഷം ഉയർന്നിരിക്കുന്നത്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുൻ റോയ്ക്കാണ് ഇന്നലെ മർദ്ദനമേറ്റത്. SFI പ്രവർത്തകർക്കെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, ചെറിയ രീതിയിലുള്ള മർദ്ദന ശ്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. പോലീസുകാരനായ മിഥുനും സഹോദരിക്കുമെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, മർദ്ദനം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്കുള്ളിൽ അമർഷം ഉയർന്നിരിക്കുന്നതിൽ പറയുന്ന കാര്യം, നേരത്തെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ശംഖുമുഖത്ത് വെച്ച പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സംഘർഷമുണ്ടായപ്പോൾ മിഥുനും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ തടഞ്ഞതും അവിടെ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തത്. അതിന് വൈരാഗ്യം എന്ന രീതിയിൽ മനസ്സിൽ കരുതി കൂട്ടിവെച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കാര്യത്തിന് പോലീസുകാരനെതിരെ ഈ രീതിയിൽ കേസെടുത്തതിൽ കാര്യമായിട്ടുള്ള വിമർശനം സേനയ്ക്കുള്ളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അനുജ, അതാണ് പോലീസുകാരനെതിരെ കേസെടുത്തതിലാണ് സേനയ്ക്കുള്ളിൽ വ്യാപകമായ പ്രതിഷേധമുയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.